ഞാൻ അന്ന് മിണ്ടാതിരുന്നതാണ് എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചത്. ഒരു ചെറിയ സംഭവം, പക്ഷേ എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ വളരെ വലിയ പാട് ഉണ്ടാക്കി. അന്ന് വഴിയിൽ നടക്കുമ്പോൾ ഒരു ആന്റി ഹരിയോട് പറഞ്ഞു, ഹരി, അയ്യോ, എന്താ ഇങ്ങനെ മെലിഞ്ഞത്? നീ 5ാം ക്ലാസ്സിലല്ലേ? 3ാം ക്ലാസ് കുട്ടിയെ പോലെ തന്നെയുണ്ട്. ഞാൻ ഒരു ചെറു പുഞ്ചിരിയോടെ നിന്നു. ഒന്നും പറഞ്ഞില്ല. ഹരി തലകുനിച്ചു. എന്റെ ചെറുത് ഹരൻ കുഴപ്പത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി. അന്നാണ് ഞാൻ ഹരിക്ക് വേണ്ടി പറയേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ മിണ്ടിയില്ല. അതായിരുന്നു എന്റെ പിഴവ്. അവന്റെ ഉള്ളിൽ എന്താണ് നടന്നെന്ന് അന്ന് ഞാൻ കണ്ടില്ല. വൈകുന്നേരം രണ്ടുപേരും കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹരൻ ഒരു കളിപ്പാട്ടം താഴെ വീഴ്ത്തിയത്. ഹരി, വഴിയിൽ അവൻ കേട്ട വാക്കുകൾ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞു. ഹരൻ, മിന്നെ നോക്കൂ, എത്ര തടിച്ചവനാണ്, വളഞ്ഞ എടുക്കാനും പറ്റുന്നില്ലല്ലോ. അത് കേട്ടതോടെ ഹരൻ നിശബ്ദനായി. ചിരി മുഖത്ത് നിന്ന് മാറി. കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഞാൻ അവനോട് പറഞ്ഞു, ഹരി, ഇങ്ങനെ പറയരുത്. വാക്കുകൾ ഒരാളുടെ മനസ്സ് വളരെ ആഴത്തിൽ വേദനിപ്പിക്കും. അപ്പോഴാണ് അവൻ എന്നോട് ചോദിച്ചത്, അമ്മേ, പിന്നെ ആന്റി എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ എന്താ ഒന്നും പറഞ്ഞില്ല? അമ്മയും മിണ്ടാതിരുന്നല്ലോ. അതുകൊണ്ട് ഇത് കുഴപ്പമില്ലെന്ന് ഞാൻ കരുതി. അന്നാണ് ഞാൻ പഠിച്ചത്, കുട്ടികൾ നമ്മുടെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ മൗനവും പകർന്നെടുക്കും. അങ്ങനെ നമ്മൾ മിണ്ടാതിരുന്നാൽ ബുള്ളിയിങ്ങും ബോഡി ഷെയ്മിങ്ങും സാധാരണമാണെന്ന് കുട്ടികൾ കരുതി തുടങ്ങും.